ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ മാസം ഒരു 500 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ മാസം ഒരു 700 രൂപ കൊടുത്തിട്ട് ഇത് ഇങ്ങനൊരു ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് പറയണമെന്ന് തോന്നി. മുമ്പത് ഡിഗ്രി ഹോൾഡേഴ്സിന് മാത്രം എടുക്കാവുന്ന ഒരു ഓപ്ഷനായിട്ടായിരുന്നു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പല കമ്പനികളും 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ കൂടി. ഹലോ, നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ 2026 എൻ്റെ ആദ്യത്തെ വീഡിയോ ആണത്. പക്ഷേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുണ്ടായ കാരണം ഒരു ഇച്ചിരി സങ്കടമുള്ള സംഭവമാണ്. വേറൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ അടുത്ത് വേണുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. ഒരു പച്ചക്കറി കട നടത്തുന്നൊരു ചേട്ടനാണ്. അദ്ദേഹം ഇന്നലെ പെട്ടെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള സംഗതി കൊണ്ട് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം വരെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ ദിവസവും മിക്കവാറും കാണുകയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കുകയും ചെയ്യുന്നൊരു മേജറായിട്ടുള്ളൊരു കടയാണ്. ചെറിയൊരു ഷോപ്പാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ പുള്ളി പെട്ടെന്ന് മരണപ്പെട്ടു എന്നുള്ള രാവിലെ ന്യൂസ് അറിഞ്ഞപ്പോൾ അത് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. ആക്ച്വലി എല്ലാവരും പറയാറുണ്ട് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ്, എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാവുന്നതാണ്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള തത്വങ്ങളൊക്കെ ഞാനടക്കം പറയാറുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന നിങ്ങളോ നാളെ നമ്മൾ മരിച്ചു പോകും എന്ന് അംഗീകരിക്കാൻ തയ്യാറാണോ? പലരും അല്ല, ആരും തന്നെ ആയിരിക്കില്ല. കാരണം നമ്മൾ നാളെയും മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണല്ലോ നമുക്ക് നാളത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 57 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ബൈ പ്രൊഫഷൻ തന്നെ ഞാൻ ഈ റിസ്ക് മിറ്റിഗേഷൻ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ടൂൾസ് സെല് ചെയ്യുന്ന ഒരു കാറ്റഗറിയിലാണ് എൻ്റെ ജോലിയുടെ സ്വഭാവം വരുന്നത്. അതിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസുകൾ ആളുകൾ അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ്, ലൈഫ് കവറേജുകൾ പോലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഇനി മേജറായിട്ട് നമ്മൾ പെട്ടെന്ന് പറയുന്ന ഫിനാൻഷ്യൽ ടൂളാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വേണിച്ചേട്ടൻ്റെ കേസിൽ സംഭവിച്ചത്, പുള്ളി 57 വയസ്സാണ്. പുള്ളിനെ കണ്ട അത്ര പ്രായം തോന്നില്ല ആക്ച്വലി. അപ്പോൾ ഇന്നലെ വരെ ആളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസത്തേക്കും ഒരുപാട് പ്ലാനിങ്ങൾ ചെയ്യുന്നുണ്ട്. പല ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ വേണിച്ചേട്ടൻ മാത്രമാണ് ജോലി ആയിട്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ ഇന്ന് തൊട്ട് ആ ഫാമിലിക്ക് കിട്ടേണ്ടതായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഭദ്രത ഇനി കിട്ടുന്നില്ല. മേ ബി സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല. പക്ഷേ ഒരു നാച്ചുറൽ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പല പ്ലാനിങ്ങുകളും അദ്ദേഹം തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒറ്റയടിക്ക് ഇല്ലാണ്ടായി പോകുമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ ടൂൾസ് നമ്മുടെ ഫാമിലിക്ക് ഉപകാരപ്പെടണം. അപ്പോൾ ഞാൻ എൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള എന്നോട് പഠിച്ചിട്ടുള്ള ആളുകളോട് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും അത് ഏറ്റവും ഫസ്റ്റ് പറയുന്നത് ടൈറ്റാണ്, ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റാണ്. എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഫാദറിൻ്റെ ഹോസ്പിറ്റലൈസേഷൻ വന്നു, അല്ലെങ്കിൽ മദറിൻ്റെ ഇന്ന കേസ് വന്നു, വീട് പണി വന്നു, വണ്ടിക്ക് പണി വന്നു, ഒരുപാട് എക്സ്ക്യൂസുകളുണ്ട്. ശരിയാണ്, ഈ പറയുന്നത് എനിക്കടക്കം ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു റിയാലിറ്റി ചിന്തിക്കുക. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നാളെയും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡെത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നമ്മളെ അവിടെ ഇല്ലാത്തതുള്ളൂ. നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മൾ മൂലം ഫാമിലിക്ക് കൊടുക്കേണ്ട ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, അത് കൊടുക്കാൻ നമ്മൾ എത്രത്തോളം പ്ലാൻഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ മരണശേഷം ആ ഫാമിലിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പെട്ടെന്നുള്ള ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് അത് മീറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെ നമ്മൾ ചെയ്തിരിക്കണം. ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വലിപ്പ ചെറുപ്പമല്ല ഞാനിവിടെ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഗതിയാണ്. ഇത് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് പലർക്കും ചിലപ്പോൾ അറിയായിരിക്കാം, എങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യണം. ആഫ്റ്റർ ഡെത്ത് നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്ന ഒരു ബിഗ് എമൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഇൻകം ബേസ് ചെയ്തിട്ടാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇൻകം മാത്രമല്ല, ഒരുപാട് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ടേം ഇൻഷുറൻസിന് വേണ്ടിയിട്ടുണ്ട്. മുമ്പത് ഡിഗ്രി ഹോൾഡേഴ്സിന് മാത്രം എടുക്കാവുന്ന ഒരു ഓപ്ഷനായിട്ടായിരുന്നു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പല കമ്പനികളും 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ കൂടി ടേം ഇൻഷുറൻസ് എടുക്കാവുന്ന ഓപ്ഷൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഒരു 1-2 സംഗതി, ഒന്നെങ്കിൽ സാലറിഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ITR 10 lakhs മുകളിൽ ഫയൽ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. നമ്മളില്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് പെട്ടെന്ന് കൊടുക്കാവുന്ന ഒരു ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. ഒരു കോടിയോ 1.5 കോടിയോ 2 കോടിയോ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഏജും മറ്റു കാര്യങ്ങളും ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് എൻ്റെ പ്രീമിയം ഫിക്സ് ആവുന്നത്. മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കും, കമ്പൽസറി മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫാമിലി ബഡ്ജറ്റിൽ ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി വർക്കിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ്, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് തരുന്ന ആളാരാണോ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും എടുത്തു വെക്കേണ്ടത് മസ്റ്റായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സേഫ്റ്റി ടൂളാണ്. നമ്മളില്ലെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ ഫേസ് ചെയ്ത പോലുള്ളൊരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഫേസ് ചെയ്യാതിരിക്കാൻ ഇത് അവരെ സപ്പോർട്ട് ചെയ്യും. ഇതിൽ എടുക്കുമ്പോൾ മറ്റൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വേറെ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
കാരണം പലർക്കും ഇപ്പോഴും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പലരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ മാസം ഒരു 500 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ മാസം ഒരു 700 രൂപ കൊടുത്തിട്ട് 1 കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്യവാചകങ്ങൾ വീഴാതിരിക്കുക. ഇതങ്ങനെ വളരെ സിമ്പിളായിട്ട് കിട്ടുന്നൊരു സംഭവമല്ല. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏണിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആദ്യമേ തന്നെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി ഏണിംഗ് മെമ്പർ ഒരു ടേം ഇൻഷുറൻസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ടേം ഇൻഷുറൻസിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഞാൻ വേറെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനൊരു ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.